വത്സലിയ, കൊറേ നാളെ ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ടല്ലേ? എങ്ങനെ ഇല്ലാതിരിക്കും? ഇപ്പോൾ പോകുന്നത് ഫ്രീ ട്രിപ്പ് അല്ലേ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പോപ്പട്ടെ, വേഗം പോയി എയർ ഹോസ്റ്റലിനെ വിളിക്ക്. ആഹാരത്തിനുള്ള ഓർഡർ കൊടുക്കാന്നേ. എക്സ്ക്യൂസ് മീ, അതെ എയർ ഹോസ്റ്റസ് മാഡം. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, 1 2 3 4. അയ്യോ, എനിക്കിപ്പോ എല്ലാരും 4 മാത്രമാണല്ലോ കാണുന്നത്. ഹണി എഴുന്നേക്ക്, ഹണി എഴുന്നേക്ക്, എഴുന്നേക്ക് ഹണി. എനിക്കിത് പെട്ടെന്ന് ഉറക്കം വരുന്നത്. സമാധാനത്തിൽ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കൊള്ളൂ. എല്ലാ കാര്യത്തിലും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉറക്കം കിട്ടാത്തവർ കാണൂ ഞങ്ങളുടെ കീ ഷോ കുലെ മഞ്ച് ഫോർ പാഞ്ച്. രാവിലെ എന്റെ വീട്ടിൽ വരുന്നുണ്ട് കൂവളം കിളി. ആഹാ, ഈ പ്രോഗ്രാമിന്റെ പേരെന്തായാലും കൊള്ളാം. അടിപൊളി, അടികൈ. കവിത പാരായണത്തിനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് പിന്നീട് തരാം. കവികൾ കവിയരങ്ങിൽ ഞാൻ എപ്പോൾ പറയുന്നുവോ അപ്പോഴേ നിങ്ങൾ സംസാരിക്കാവൂ. ഇവിടെ വരൂ. എന്റെ വായുടെ വാഴത്തോട്ടത്തിൽ നിങ്ങൾ ക്യാമറയും മൈക്കും വെച്ച് ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണോ? കുറച്ച് അങ്ങോട്ട് മാറൂ. വെരി ഗുഡ്. ഇനി ചെവിയിലെ ലൗഡ് സ്പീക്കർ ഓണാക്കി കേട്ടോളൂ. ഞങ്ങൾ ഗസ്റ്റ് ആണ്, ഞങ്ങളോട് മാന്യമായിട്ട് പെരുമാറണം. മനസ്സിലായോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. സംസാരിക്കാൻ ഈ മാന്യ എവിടെയാണ്? ചേട്ടൻ വേണ്ട, മര്യാദക്കല്ലെങ്കിൽ ആ വളഞ്ഞിരിക്കുന്ന മൂക്കരിഞ്ഞെടുത്ത് സ്രാവിനിട്ട് കൊടുക്കും. പറഞ്ഞേക്കാം. എടാ, ഒന്ന് മിണ്ടാതിരിക്കെ. അവരാ ഷോ എന്ന് തുടങ്ങിക്കോട്ടെ. സംശയമുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഈ ചെറിയ ഷോയിലേക്ക് ഞങ്ങളുടെ അതിഥികളെ സ്വാഗതം ചെയ്യുന്നു. ഇവരെല്ലാവരും സർവൈവലിസ്റ്റ് ആണ്. കാരണം ബോംബിംഗ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 444D അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ട സന്തോഷമുള്ള കാര്യമല്ലേ? അതിനെന്തിനാ എത്ര ദേഷ്യത്തെ പറയുന്നേ? ഇതിന്റെ സ്റ്റൈലാണ്. ഞങ്ങൾക്ക് സന്തോഷവുമുണ്ട്. പക്ഷേ പ്ലെയിൻ എങ്ങനെ കാണാതെ പോയെന്ന് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് വല്ലാതെയുണ്ട്. അഥവാ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? അങ്ങനെയാണെങ്കിൽ ആരാണവർ? എന്നെ വട്ടുപിടിപ്പിക്കരുത്. ആദ്യം നിങ്ങൾ പറയൂ ഹണി, എന്താണ് സംഭവിച്ചത്? ആദ്യം മുതൽ അവസാനം വരെ വേഗത്തിൽ പറയൂ. അത് പിന്നെ ആദ്യം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു. എടാ, ഇത്രയും തുടക്കം മുതൽ വേണ്ട. പ്ലെയിനിൽ കയറിയതിനു ശേഷം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതി. ചേട്ടൻ അവിടെ വെച്ച് നിർത്തിപ്പിച്ചത് ഏതായാലും നന്നായി. അല്ലെങ്കിൽ ഈ മരത്തലയും ജനിച്ചപ്പത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കഥയായിട്ട് ഇപ്പൊ വിളമ്പിയനെ. ഞങ്ങൾക്ക് ഏതായാലും ഒരു കഥ വേണ്ടി വരുമല്ലോ. ശരി, പറയൂ. പ്ലെയിനിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയൂ. ഞാൻ പ്ലെയിനിൽ കയറി ചെന്ന ഉടൻ തന്നെ എയർ ഹോസ്റ്റസ് ഓടി വന്നിട്ട് എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ബോംബെ എയർലൈൻസിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നൊരു കാര്യം, ഫ്ലൈറ്റ് എടുക്കുമ്പോ ബോംബ് പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടാ പേടിക്കരുത്. അത് കൊള്ളാം. ബോംബെ എയർലൈൻസ് എന്നല്ലേ പേര്? അപ്പൊ ബോംബ് പൊട്ടു തന്നെ ചെയ്യാം. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല. ഈ പ്ലെയിൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഗുണ്ടിന് പകരം ആരോ ബോംബ് വെച്ചു, അതുകൊണ്ടാ. പിന്നൊരു കാര്യം, നിങ്ങളുടെ വെള്ളക്കുപ്പികളെല്ലാം നിറച്ചു വെച്ചോളണം. ഇടയ്ക്ക് ബെല്ലടിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജോലി? ഈ ഇൻഫർമേഷൻ നിങ്ങളെ എല്ലാരെയും അറിയിക്കുന്നതാണ് എന്റെ ജോലി. മനസ്സിലായോ? പിന്നൊരു കാര്യം, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ ഏതെങ്കിലും പുഴയിൽ വീണാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എയർപോർട്ടിൽ നിന്നും വാങ്ങിച്ചു ഞാനൊരു പില്ലോ. ഇവർ പ്ലെയിനിൽ കയറിയപ്പോ തൊട്ട് പേടിപ്പിക്കാണല്ലോ. അടികൈ. നിങ്ങളല്ലേ നേരത്തെ ഫ്ലൈറ്റിലേക്ക് കവിതയും ചൊല്ലിക്കൊണ്ട് കയറി വന്നത്? ഇനി കവിത ചൊല്ലാൻ താനെ വായ തുറന്ന തന്റെ കർണത്തുണ്ടല്ലോ കയ്യടിയുടെ പൂരമായിരിക്കും. പിന്നെ കുറെ നാളത്തേക്ക് തേനീച്ചയുടെ ശബ്ദം മാത്രമേ കേൾക്കൂ. ഇവിടെ വരൂ.
ആഹാ, ശബ്ദം കുറച്ച് പറഞ്ഞാ മതി, എനിക്ക് കേക്കാം. ഞാൻ അങ്ങനെ ഉച്ചവച്ചാലേ ചെവിയിൽ കൂടെ ജെറ്റ് കയറി പോയ പോലെ ഇരിക്കും. ചെല്ല്, സ്വന്തം സീറ്റിൽ പോയിരിക്ക. ഗോ ഗോ. പിന്നീടുണ്ടല്ലോ ഞങ്ങൾ എല്ലാരും അവരവരുടെ സീറ്റുകളിൽ ഇരുന്ന് ചിപ്സ് കഴിക്കാൻ തുടങ്ങി. പ്ലെയിൻ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് പുറത്തോട്ട് നോക്കിയിരിക്കായിരുന്നു. പെട്ടെന്നൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. പിന്നീട് അങ്ങോട്ട് എന്തോ ഗ്യാസ് പ്ലെയിനകത്ത് നിറയാൻ തുടങ്ങി. എല്ലാവർക്കും ചുമ വന്നു. ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? ഫ്ലൈറ്റ് തട്ടിയെടുക്കാൻ വന്നവർ ആദ്യം തന്നെ അതിനകത്ത് മയക്കവാതകം തുറന്നു വിട്ടു. ഇനി ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യവും വേണ്ടി വരുന്നില്ല. മയക്കവാതകമുണ്ടെങ്കിൽ ഉറങ്ങാൻ എന്തെളുപ്പം. ഫ്ലൈറ്റിൽ വെച്ചുണ്ടായ ഈ അപകടം തീവ്രവാദികൾ കാരണമാണോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കൊടുത്ത ചിപ്സ് കാരണമാണോ സംഭവിച്ചെന്ന് അറിയാനുള്ള ആഗ്രഹം ഞങ്ങളുടെ പ്രേക്ഷകർക്കുണ്ട്. അതെ അതെ അതെ. ആ ഇവിടെ വരൂ. തന്റെ തലയിലും മസിലിലും നിറച്ചു വെച്ചിരിക്കുന്ന നുണയെന്ന ഗ്യാസ് കളയൂ. എന്നിട്ട് വേഗം ഹണി പറയുന്നത് കേൾക്കൂ. എന്താ എങ്കിൽ ഹണി നിങ്ങൾ പറയൂ, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് ബോധം വന്നപ്പോ ഞാനും ഹണിയും ഒരു ബംഗ്ലാവിനകത്തായിരുന്നു. അയ്യോ 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 ഹണി, വേഗം എണീക്ക്. നോക്കിയേ, നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നതെന്ന്. എടാ മണ്ടന്മാരെ, കുണ്ടം വിഴിഞ്ഞ പോലെ നോക്കി നിക്കണ്ട, ഇത് ബംഗ്ലാവാണ്. അപ്പൊ നമ്മുടെ പ്ലെയിൻ ബംഗ്ലാവിനെ പോലെ തോന്നിക്കുവാണ്. അതായത് നമ്മൾ പ്ലെയിനിൽ തന്നെയാണ്. നമ്മള് ബംഗ്ലാവിലാടാ പോട്ടാ. പ്ലെയിനകത്ത് ഇത്രയും വലിയ ഹാൾ ഉണ്ടാവുമോ? അഥവാ ഇത് പ്ലെയിൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ എയർ ഹോസ്റ്റസിന് ഇവിടെ എന്താ കാര്യം? ഞാൻ എയർ ഹോസ്റ്റസിന്റെ ജോലി തന്നെയാ ചെയ്യുന്നത്. പക്ഷെ അതിനർത്ഥം ഞാൻ ഈ യൂണിഫോമിൽ എവിടേക്ക് നിൽക്കുന്നോ അവിടെയെല്ലാം പ്ലെയിൻ ആണെന്നല്ല. ആ പറഞ്ഞതും ശരിയായ കാര്യമാണ്. ഇപ്പൊ ആലോചിക്കേണ്ടത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയെന്നാണ്. മാത്രമല്ല, നമ്മൾ ഈ ബംഗ്ലാവിൽ എത്തിയത് എങ്ങനെയാണ്? നമുക്ക് ചോദിക്കാന്നേ. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അയ്യോ അയ്യോ, എന്റെ അമ്മച്ചിയെ രക്ഷിക്കണേ. അയ്യോ, എന്റെ തത്തമല്ല മുത്തപ്പ. അയ്യോ അയ്യോ, ആരാടാ എനിക്ക് ഹെൽമെറ്റ് വെച്ച് വന്നേ? എന്റെ അമ്മച്ചി, ഈ ഹെൽമെറ്റ് എന്റെ നേരെയാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. അല്ല, ഇവനെന്തിനായി കിടന്ന് ഓടുന്നേ? ഞാൻ ഹെൽമെറ്റ് അല്ലടാ, പോപ്പട്ടാടാ ഹണി. അയ്യോ എന്റെ ദൈവമേ, ഇവന്മാർ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? പിന്നെ എടാ എടാ എടാ, ഞാൻ പോപ്പട്ടാടാ ഹണി. ഹെൽമെറ്റിന്റെ അകത്ത് കുടുങ്ങി പോയതാ. എന്നെ വേഗം ഒന്ന് പുറത്തിറക്കോ. എടാ പോപ്പട്ടെ, നീയായിരുന്നോ? അല്ല, നീ എങ്ങനെയാ വീണത്? ആദ്യം നീ ഇത് പറ. നീ എന്തിനാടാ ഹെൽമെറ്റ് കണ്ടപ്പം നില വിളിച്ചോണ്ട് ഓടിയത്? അത് പിന്നെ എടാ പോപ്പട്ടെ, ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ എന്റെ പുറകെ ഓടി ഓടി വരുവായിരുന്നു. എടാ മരമണ്ട, ആ ഹെൽമെറ്റിനകത്ത് ഈ ഞാനായിരുന്നടാ. അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്ന പോപ്പട്ടെ? നീ ഇതാ ഇവിടെയല്ലേ നിക്കുന്നേ? മാത്രല്ല ഹെൽമെറ്റ് ഇതാ അവിടെയാണ് വീണ് കിടക്കുന്നേ. ഓ, അയ്യോ, പെട്ടെന്ന് ഇത്രയും ശക്തമായ കാറ്റ് എവിടുന്നായി വരുന്നേ? അയ്യോ അയ്യോ, എന്റെ അമ്മച്ചി ജനല് തന്നെ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. അയ്യോ പോപ്പട്ടെ, ഇതാ നോക്കിയ നീ, ആ വിളക്കേ അതിന്റെ തന്നിഷ്ടത്തിന് ആടിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മച്ചി, അല്ല എന്താ ഇത്? അല്ല, ഇത് പോപ്പട്ടിന്റെ ടോർച്ചല്ലേ? എടുത്ത് കയ്യിൽ വെച്ചേക്കാം. അയ്യോ, ഇവിടെ ഭൂതമുണ്ടോ? അതിന് ഏത് ജോലിസിനെ ഇവിടെ ഉള്ളേ? എന്റെ അമ്മോ. അയ്യോ, ജോൽസനല്ല പൊട്ട, അത് ഭൂതമാണ്, ഭൂതം. അയ്യോ, അവിടെയാ. ഓടി രക്ഷപ്പെട്ടോ. അയ്യോ അല്ല, അയ്യേ, ഇതൊരു ചെറിയ എലിക്കുഞ്ഞല്ലേ. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലേ, ഈ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. അല്ല, ഇതെന്തോന്നാ? ഇതെന്താ? അയ്യോ, ദേ ഭൂതം. വേഗം ഓടിക്കോ.
ഓടിക്കോ. അയ്യോ. 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 ഇവിടെ ഭൂതമുണ്ട്. ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, രക്ഷിക്കണേ, ഞാനും വരുന്നു, രക്ഷിക്കണേ. എടാ പോപ്പട്ടെ, ആ എയർ ഹോസ്റ്റസിനെ കൊണ്ട് ഭൂതം പോയെന്ന് തോന്നുന്നേ. അയ്യോ. എന്റെ അമ്മച്ചി. ഹണി, ജീവൻ വേണമെങ്കിൽ വേഗം ആ ജനലിൽ കൂടെ എടുത്ത് ചാടിക്കോ. സംശയമുണ്ടോ? അയ്യോ. ഭൂതം, ഭൂതം. എടാ കഴുതേ, ഇത് ഞാനാ. കാറി കാറി മനുഷ്യന്റെ ചെവിയുടെ ലൗഡ് സ്പീക്കർ വരെ അടിച്ചുപോയി. എന്റെ അമ്മ വല്ലാത്തൊരു വീഴ്ചയായി പോയി. ഡാ പോപ്പട്ടെ, നിനക്ക് പറഞ്ഞാ പോരായിരുന്നോ? അയ്യോ, അത് ശരിയാണല്ലോ. ആ സമയത്ത് പെട്ടെന്ന് പേടി വന്നതുകൊണ്ട് ഞാൻ പറക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി. സംശയമുണ്ടോ? അയ്യോ, ഭൂതം, ഭൂതം. അയ്യോ. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ആ ബംഗ്ലാവിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുമായിരുന്നു. എല്ലാരും ഇത് കേട്ടല്ലോ. പ്രേതങ്ങളുണ്ട്. ഇന്ന് ഇവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അടിയും ഇടിയും തീർച്ചയായിട്ടും ഉണ്ടാകും. അവയിൽ നിന്ന് രക്ഷപ്പെടാനും അതിനെ നശിപ്പിക്കാനുമുള്ള വഴി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞങ്ങളുടെ ബാബയും ഭൂതവും എന്നുള്ള പ്രോഗ്രാമിലൂടെ. ഇതൊക്കെ എന്ത് വിട്ടുതോ? ഭൂതവും പ്രേതവും ഒന്നും അങ്ങനെ ഇല്ല. ഉണ്ട് ചേട്ടായി. ഞാൻ ഹണി ബണ്ണിയുടെ വീട്ടിനടുത്ത് വെച്ച് ഒരു യക്ഷി ഡാൻസ് കളിക്കുന്നത് കണ്ടായിരുന്നു. അത് എന്നും രാവിലെ 5 മണിക്കാ. ഏയ് ഷട്ട് അപ്പ്. ഞാൻ എന്നും രാവിലെ സുംബ ഡാൻസ് കളിക്കും. അത് പിന്നെ മാഡം, ഇനി സുംബ കളിക്കുമ്പോഴും മേക്കപ്പ് ഇടാൻ മറക്കല്ലേ. അപ്പൊ പിന്നെ യക്ഷിയെന്ന് മാഡത്തിന് ആരും വിളിക്കില്ല. നാട്ടിൻ പുറത്തുള്ളവരെല്ലാം ബീഡിയാണ് വലിക്കുന്നത്. മേക്കപ്പ് ഇല്ലാതെ മിസ് കാട്കറിനെ കാണാൻ എന്താ യക്ഷിയെ പോലെയാണ് ഇരിക്കുന്നത്. അടി കൈ. മാഡത്തിനെ ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിൽ ആരെങ്കിലും കൈയടിച്ച എന്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. ജോർദാർ ഇത്രയും പറഞ്ഞതിന് ശേഷം നീ കൈയടിക്കുന്നോടാ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ ജോർദാറിന് മാഡത്തോടുള്ള നന്ദി ഓർത്ത് കൈയടിച്ചതാണ്. ചേട്ടായി, നന്ദി സൂചകമായി കിട്ടിയ അടിയുടെ എഫക്ട് കർത്തയുടെ ചെവി കിടന്ന് ഇരപ്പുകയായിരിക്കും. അത് എന്താ ശരിയാ. ശരിയല്ലേ? ഇനി ഇവൻ യക്ഷിയെ കണ്ടാ പോലും യക്ഷി എന്ന് പറയുകയില്ല. മിണ്ടാതിരിക്കൂ. നമുക്ക് യക്ഷികളെ കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ബംഗ്ലാവിന്റെ അടുത്ത് കണ്ട ഭൂതത്തിലേക്ക് പോകാം. ഇവിടെ ഒരു ഭൂതമോ പ്രേതമോ ഒന്നും തന്നെയില്ല. അത് ഭൂതമായിരുന്നില്ല. ഞാൻ എന്റെ കണ്ണിന്റെ ഈ ഹെഡ്ലൈറ്റ് കൊണ്ട് കണ്ടതാണ്. അവർ കാട്ടുവാസികളാണ്. അവരായിരുന്നു എന്നെയും കർത്തയെയും എടുത്തുകൊണ്ട് പോയത്. ഇവിടെ ഒരു മയക്കത്തിൽ നിന്നും നമ്മൾ മയക്കം മാറി എഴുന്നേറ്റ് കുഴപ്പമില്ലാതെ നടന്നു നീങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എങ്ങോട്ടാണ് നടന്നു നീങ്ങുന്നത്. വലതും മനസ്സിലായോ കർത്ത? കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. നമ്മൾ എന്തോ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. നോക്കൂ കർത്ത, ഇവർ വടി കൊണ്ട് അടിക്കുകയാണല്ലോ. ഇവരെന്നെ വല്ലാതെ അപമാനിക്കുകയാണ്. ഇവരോട് പറഞ്ഞേക്ക് മര്യാദക്കല്ലെങ്കിൽ ഇവരെ ഞാൻ കെട്ടിപ്പൂട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുമെന്ന്. അതവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവർ അപകടകാരികളാണ്. ആദ്യം ഡോക്ടർ മനസ്സിലാക്കണം. ആണോ? എന്നാ പിന്നെ ഓടിക്കൂടെ? കർത്ത, ഇവർ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിലല്ലോ എന്തോ കാര്യമുണ്ട്. പക്ഷേ ആ കാര്യം എന്താണ്? അതെ അതെ, എന്ന് മുതലാണെന്നാ ഞാൻ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ പുഴയിൽ മുതല ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് നോക്കിയേ. ഒരു ഭാഗത്ത് മുതലയും മറുഭാഗത്ത് കാട്ടുവാസികളും. മുന്നും പിന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ഈ മുതലകൾ നമ്മുടെ മുഖം നോക്കാതെ മുകളിലേക്ക് പറഞ്ഞുവിടും. സംസാരം നിർത്തിയിട്ട് ആദ്യം ഓടാൻ നോക്ക്. വേഗം ഓടോ.
വെള്ളത്തിൽ അധികം നേരം കിടന്നാൽ ന്യൂമോണിയ ബാധിക്കുന്നതാണ്. നീ വെള്ളത്തിൽ നിന്നും വേഗം കയറിപ്പോ. ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ അനുവദിക്കും പ്ലീസ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത് മലവേടന്മാരെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, കണ്ടില്ലേ പ്രേക്ഷകരെ, അത്ഭുതം തന്നെ. കാട്ടുവാസികൾ പ്ലെയിൻ റാഞ്ചി കൊണ്ടുപോയിരിക്കുന്നു. ഡോക്ടർ ബാലുവിന്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്തത് കാട്ടുവാസികൾ തന്നെയാണ്. ഇവിടെ വരൂ, തന്റെ വായിൽ വേഗം തലച്ചോറിന്റെ സൈലൻസർ പിടിപ്പിക്കൂ. എന്നിട്ട് ചിന്തിക്കൂ, പ്ലെയിനിൽ ഇല്ലാത്ത കാട്ടുവാസികൾ എങ്ങനെയാണ് പ്ലെയിൻ റാഞ്ചുന്നത് എന്ന്. പക്ഷെ സാറ് പറഞ്ഞത് കാട്ടുവാസികളാണെന്നല്ലേ? അവരല്ല. തള്ളുന്ന തള്ളു കേട്ടില്ല ചേട്ടായി. കുറച്ചു നേരം മുമ്പേ പറഞ്ഞത് കാട്ടുവാസികൾ ഓടിച്ചിട്ടെന്നാ. ഇപ്പൊ പറയുന്നു അത് കാട്ടുവാസികളല്ലെന്ന്. ഞണ്ടേ മിണ്ടിയ മണ്ടടിച്ചു പൊട്ടിക്കും ഞാൻ. കാട്ടിൽ കാട്ടുവാസികൾ ഉണ്ടായിരുന്നു, പ്ലെയിനിൽ പക്ഷെ അവരില്ലായിരുന്നു. അതെ, വെറുതെ വളച്ചു കെട്ടി കാര്യം പറയാതെ ഒറ്റ വാക്കിലങ്ങ് പറ. കാട്ടുവാസികൾ ഉണ്ടായിരുന്നോ അതോ ഇല്ലയോ? ഒരു മിനിറ്റ്, കാടിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ഷോയിൽ സംസാരിക്കാം. അതായത് ജംഗിൾ മേ ദംഗൽ. ഇതിലൂടെ ഞങ്ങൾ മറ്റുള്ളവർക്ക് കൃഷിയെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴത്തെ ചിന്താ വിഷയം ഇതാണ്: പ്ലെയിൻ റാഞ്ച് ആരാണ്, എന്തിനു വേണ്ടിയാണ്? അത് ഭൂതവുമല്ല, പ്രേതവുമല്ല, കാട്ടുവാസികളുമല്ല. എന്നാൽ പിന്നെ ഇതാരാണ്? ഓ, ഞാൻ പറയാം. അതൊരു സയന്റിസ്റ്റ് ആണ്. അതെ, ബെർമുഡ ട്രയാങ്കിൾ പ്ലെയിനുകൾ എങ്ങനെയാണോ കാണാതാകുന്നത് അതുപോലെ അതേ രീതിയിൽ തന്നെ മാഗ്നറ്റിക് റേസ് ഉപയോഗിച്ചാണ് ഈ പ്ലെയിനും ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ സംശയം വന്നതെന്ന് പ്രേക്ഷകർക്കറിയാൻ ആഗ്രഹമുണ്ട്. കണ്ടക്ടറുടെ കണ്ടക്ടിങ് കണ്ടിട്ടുണ്ട്, ഡോക്ടറുടെ ഡോക്ടറേറ്റ് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കാട്ടിൽ വെച്ച് അയാളുടെ ലബോറട്ടറി കണ്ടിട്ടുണ്ട്. ആ അതെ അതെ, ഞാനും കണ്ടിട്ടുണ്ട് ലബോറട്ടറി. നടന്നത് എന്താണെന്ന് ഞാൻ തന്നെ പറയാം. ഞങ്ങൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ലബോറട്ടറിയിലായിരുന്നു. എന്റെ അമ്മേ, നന്നായിട്ട് ദാഹിക്കുന്നുണ്ടല്ലോ. ആഹാ, ദാ വെള്ളം കിട്ടിയല്ലോ. ലസ്സി കുടിക്കാൻ ഞാൻ കടയിൽ ചെന്നു. ഭാഗ്യം, എനിക്ക് ബോധം വന്നു. അടികൈ. അല്ല, നമ്മളിതിപ്പോ എവിടെയാ? ഓ അയ്യോ, ഇതെവിടെയാ? ഇതൊരു ലബോറട്ടറി അല്ലേ? പക്ഷെ നമ്മൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഓ, എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട കിറ്റി, ഞാൻ ആ ഹൈജാക്കറിനെ 250 കിലോയുള്ള കൈ കൊണ്ട് ഇടിക്കും. അതോടെ അവൻ തവിടുപൊടിയാവുകയും ചെയ്യും. എന്റെ അപ്പച്ചി, എനിക്കിത് എന്തായി സംഭവിക്കുന്നത്? ഇപ്പൊ ദാഹമാണ് എന്നെ ചതിച്ചത്. ഞാൻ വെള്ളമാണെന്ന് വിചാരിച്ച് എന്താണോ എടുത്ത് കുടിച്ചത്. അടികൈ. എന്താ ഇത്? ഈ കന്നാസറങ്ങനെയാ പെട്ടെന്നൊരു ബലൂണിനെ പോലെ പെരുവി പോയത്. രക്ഷിക്കണേ. അയ്യോ, ഓഹോ, സണ്ണി, വേഗം പോയി അവരെ പിടിച്ചു നിർത്തൂ. ഓക്കെ മാഡം, ഞാൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ നിർത്താം. പൈപ്പ് പൊട്ടി ഗ്യാസ് പോയി. ഞാനിപ്പോ ഒരു കളർ പാവ പോലെ ആയി. അടികൈ. ഏതാണ്ട് ഈ ദുർഗന്ധം തന്നെ ആയിരുന്നല്ലോ പ്ലെയിനിൽ നിറഞ്ഞ ഗ്യാസിലും ഉണ്ടായിരുന്നത്. അത് ശരി, അപ്പൊ യോമാർ തന്നെയായിരിക്കും ആ ഹൈജാക്കേഴ്സ്. കിറ്റിന്ന് രക്ഷിക്കാനാ ഞാൻ എത്തിപ്പോയി. കിറ്റി, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ഓഹോ, ഖന്നാസ്
സാറേ ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓഹോ, എന്തായാലും ഈ ബട്ടൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ, ഖന്ന സാർ ഇപ്പം ബോക്സ് ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ. അയ്യോ മാഡം, ഇത് എന്താ ചെയ്തത്? അയ്യോ എന്റെ ദൈവമേ, ഞാനിത് എന്താ ചെയ്തത്? ഇനി എനിക്കിതെല്ലാം പഴയതുപോലെ ആക്കേണ്ടി വരും. ഈ ബട്ടൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്ലീസ് ഖന്ന സർ, താങ്കൾ പഴയ രൂപത്തിൽ വേഗം തിരിച്ചു വരൂ. ഓഹോ, ഇതിപ്പോ എന്താ ഇത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓഹോ, എല്ലാ ബട്ടണും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒന്ന് ശരിയായാലോ? മാഡം, രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ ഒന്ന് ട്രൈ ചെയ്യേ. ചിലപ്പോ കന്നാ സാർ പഴയതുപോലെ ആയാലോ. ശരി, ഞാൻ ഇപ്പോ തന്നെ ചെക്ക് ചെയ്യാം. ഓഹോ, ഖന്ന സർ എന്താണ് പഴയതുപോലെ ആവാത്തത്? അയ്യോ, എന്റെ പുതിയ വാലിന് തീ പിടിച്ചേ. ഇതെന്താ സംഭവിച്ചത്? വേഗം പോകാം, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്റെ കൂട്ടുകാരന്റെ പേരായിരുന്നു കുട്ടു. ഭാഗ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു. സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഉറക്കക്കുളി കഴിക്കൂ, അല്ലെങ്കിൽ ഈ വാർത്ത നിങ്ങളെ ഒരിക്കലും ഉറങ്ങാൻ സമ്മതിക്കില്ല. ചില ശത്രുക്കളായ സയന്റിസ്റ്റുകളാണ് ഈ ഹൈജാക്കിന് പുറകിലുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന്റെ ഇളയമകളുടെ കല്യാണത്തിന് വേണ്ടി പ്ലെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അയാള് സയന്റിസ്റ്റ് അല്ല. എന്താ ഇത് ഏലിയൻസിന്റെ പണിയായിരുന്നോ? കഥയിൽ ഇതാ വീണ്ടും ഒരു വഴിത്തിരിവ്. ഹൈജാക്ക് ചെയ്തത് ഏലിയൻസ് ആണ്. ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുന്നത് ഹണി. പണിയോ? ഞാനൊന്നും പങ്കുവെക്കുന്നില്ലല്ലോ. ഞാൻ ഇയാളുടെ കാര്യമാണ് പറഞ്ഞത്. അത് ബണ്ണിയാണ്. അയ്യോ ക്ഷമിക്കണം, ഇത് ബണ്ണിയാണ്. മുയലുകൾക്കാണ് ബണ്ണി എന്നുള്ള പേര് വെക്കാറ്. എന്നാൽ ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, പൂച്ചയായിരുന്നിട്ട് ഇദ്ദേഹത്തിന്റെ പേര് ബണ്ണി എന്നാണ്. അപ്പോൾ ബണ്ണി, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തത് ഏലിയൻസ് ആണെന്നുള്ള കാര്യം? കാരണം ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഇയാള് പറഞ്ഞത് അതെ, ഞങ്ങൾക്ക് പ്ലെയിനിൽ വെച്ച് ബോധം പോയി. ഞങ്ങൾ എഴുന്നേറ്റപ്പോ ഒരു വലിയ കാട്ടിലായിരുന്നു. ഞങ്ങൾ വേറെ ഏതോ പ്ലാനറ്റാണെന്നാണ് ആദ്യം ഞങ്ങൾ കരുതിയത്. കാരണം അത് മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. അല്ല, ആകാശത്ത് ഇത്രയും സൂര്യന്മാരോ? ബണി, വേഗം എഴുന്നേൽക്ക് ബണി. നമ്മൾ പ്ലെയിനിൽ നിന്നും ഇവിടെ എങ്ങനെയാണ് എത്തിയത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? വാടേ, നമുക്ക് നോക്കാം. ഈ ലോകം വളരെ വ്യത്യസ്തമാണ്. ഇത്രയും വലിയ പൂവോ? പണി, അയ്യോ, ആരെങ്കിലും രക്ഷിക്കേ. അയ്യോ, ഈ വടി കൊണ്ട് അവനെ പുറത്തെടുക്കാൻ പറ്റുമോ നോക്കാം. പണി, നീ എന്തായി ചെയ്യുന്നത്? ഈ പൂവിനെ കൂടുതലായിട്ട് അകത്തേക്ക് വലിക്കുകയാണ്.
ഇത്രയും വലിയ പാമ്പോ? ഇത് പാമ്പല്ല, ഏലിയൻ അനാക്കോട്ടയാ. ബണ്ണി, ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യുക? ആ ഏലിയൻ അനക്കൊണ്ട പോയെന്നാണ് തോന്നുന്നത്. ബണി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ കൊള്ളാലോ, തണ്ണിമത്തൻ. ഏലിയൻസ്. നിങ്ങൾ ഇത്രയധികം ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താണ്? അത് നിങ്ങളുടെ തലയാന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കരുതിയത് അത് തണ്ണിമത്തനെന്നാണ്. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. ജോർദാറെ, നീ എന്തൊക്കെയാ പറയുന്നേ? എടാ ബണ്ണി, ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. ഞാൻ ഇവരുടെ തലയെ മനഃപൂർവ്വമല്ല പിടിച്ചു വലിച്ചത്. എടാ ജോർദാറെ, ഇത് ഏലിയൻസ് ആണ്, അല്ലാതെ നമ്മളെ അമ്മാവന്റെ മക്കളൊന്നും അല്ല. ഇവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവരെ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തിനാണ് പിടിക്കുന്ന? അടിക്കാവുമാരെ. ഇവർക്ക് എങ്ങനെയാണ് തലയില്ലാതെ ഓടാൻ കഴിയുന്നത്? ജോർദാറെ, മാറിക്കോ. ഇവർ വളരെ ചെറുതാണല്ലോ. പണി, ഇവർ ശരിക്കും ഏലിയൻസ് തന്നെയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഞങ്ങൾ ഏലിയൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇതാ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. അവർ ഏലിയൻസ് മാത്രമല്ല, തലയില്ലാത്ത ഏലിയൻസ് ആണ്. ചിന്തിക്കൂ, അവർക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ തലയിൽ കൈവയ്ക്കും? ചിന്തിക്കൂ. അതിലും വലിയ കാര്യം എന്താന്ന് വെച്ചാല് അവരോടുമ്പോ തലയിലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കണ്ണിരിക്കുന്നതും തലയിൽ തന്നെയല്ലേ? ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിന്റെ പേരാണ് കൽപ്പക. തലയില്ലാതെ ഇവിടെ ആർക്കാണ് ജീവിക്കാൻ കഴിയുക? ഇവിടെ വരൂ. നിന്റെ തലച്ചോർന്ന ടോർച്ച് ഉപയോഗിച്ച് മനസ്സിനെ മുഴുവൻ പ്രകാശമായി മാറ്റിക്കൊണ്ട് ആലോചിക്കൂ. അത് ഏലിയൻസ് തന്നെ ആയിരുന്നോ? ചേട്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ, അത് ഏലിയൻസ് ഒന്നും ആയിരുന്നില്ല, കൊള്ളക്കാരായിരുന്നേ.
എടാ അത് കൊള്ളക്കാരൊന്നും ആയിരുന്നില്ല, സയന്റിസ്റ്റ് ആയിരുന്നേ. അതെ, ഞങ്ങൾ കണ്ടതായിരുന്നു. അത് തെറ്റാണ്. അവർ ചെറിയ കൊള്ളക്കാരായിരുന്നു. അല്ല, അവർക്ക് പൊക്കമുണ്ടായിരുന്നു. അത് പിന്നെ തലയിൽ തണ്ണിമത്തന്റെ ഷേപ്പുള്ള എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊക്കമുള്ളത് പോലെയല്ലേ തോന്നിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ആ? ആ? ഹ, ഹ, ഹ. എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് അവർക്ക് തലയില്ല എന്നാണ്. നിക്ക്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അന്ന് ഞങ്ങൾക്ക് ബോധം വന്ന സമയത്ത് ഞങ്ങൾ 2 കേവിലായിരുന്നു. എന്തോന്നാ ചേട്ടാ ഇത്? നമ്മൾ രണ്ടും ഗുഹയിലായിരുന്നില്ലേ? ആ? ഉം. എടാ, അല്പ ഇംഗ്ലീഷ് അറിയാവുന്നവരെ ഗുഹയെ കേവ് എന്നേ പറയാറുള്ളൂ. മനസ്സിലായോ? ഓഹോ, ഗുഹയിൽ എന്താണ് സംഭവിച്ചതെന്ന് വേഗം പറയാ. ആ, പറയാം. ഞങ്ങളൊരു ഗുഹയ്ക്കകത്ത് കുടുങ്ങി. ഉം, ഉം, ഉം. ആ? 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 അയ്യോ, പ്ലെയിൻ അപകടം പറ്റിയിട്ട് നമ്മളിത് എവിടെയാ വന്ന് വീണത്? ചേട്ടാ എഴുന്നേക്ക്, നമ്മളിപ്പോ ഇത് എവിടെയാണെന്ന് നോക്ക്. എടാ ഞണ്ടേ, മൈ ഹെഡ് ഈസ് ഈറ്റിംഗ് സർക്കിൾ. എന്തോന്ന്? എടാ മണ്ട, എനിക്ക് തല കറങ്ങുന്നുണ്ടെന്നാ പറഞ്ഞേ. ഓഹ്, വല്ലാത്തൊരു ഗ്യാസായി പോയതാ. അല്ല, ഇതെവിടെയാ? എടാ, നമ്മളിപ്പോ എവിടെയാ വന്നിരിക്കുന്നേ? അറിയില്ല ചേട്ടാ, പക്ഷെ കണ്ടിട്ടൊരു ഗുഹ പോലെയുണ്ട്. ചേട്ടാ, നമ്മൾ എങ്ങനെയാ ഈ ഗുഹയിൽ വന്നത്? എടാ ഞണ്ടേ, ആ കാര്യം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിലേ അത് തീർച്ചയായിട്ടും നിന്നോട് ഞാൻ പറയായിരുന്നില്ലേ. ഇനിയിപ്പൊ എങ്ങനെയാ ഇവിടുന്ന് പുറത്ത് കിടക്കണമെന്നൊന്ന് ആലോചിക്കേ. ചേട്ടാ, ആളുകൾക്ക് തലച്ചോറില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ തലയില്ലാത്ത ആൾക്കാരെ ആദ്യമായിട്ടാ കാണുന്നത്. ഇടയ്ക്കിന്റെ ആരോ വരുന്നുണ്ട്, വേഗം ഒളിക്കാൻ നോക്ക. ചേട്ടാ, തണ്ണിമത്തന്റെ താഴെ കൂടെയാണ് ശരീരം വന്നിരിക്കുന്നത്. എടാ മണ്ട, ശരീരത്തിന്റെ മുകളിൽ തണ്ണിമത്തം വെച്ചിരിക്കുകയാണ്. അതെ ചേട്ടാ, ഇവിടെ ഉടുപ്പിന്റെ അകത്തുനിന്നാണ് കുട്ടികൾ പുറത്തു വരുന്നത്. എടാ മണ്ട, അത് കുട്ടികളൊന്നുമല്ല, അവരിവിടത്തെ കുഞ്ഞു മനുഷ്യന്മാരാണ്. അയ്യോ, ഏയ്, ഏയ്, ഹലോ, അതെ കുഞ്ഞന്മാരെ, ഇവിടുന്ന് പുറത്തു കിടക്കാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാവോ? ഇവന്മാര് നമ്മുടെ പൊക്കം കൂടിയതിന്റെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നോ? പിടിക്കവന്മാരെ. എന്നവാ, വലിയ ആൾക്കാർ കുറെ ശ്രമിച്ചതാ എന്നെ പിടിക്കാനായിട്ട്, പക്ഷെ ആർക്ക് ഇതുവരെ പിടി കൊടുത്തിട്ടില്ല ഞാൻ. മനസ്സിലായോ? ആ, എന്നെ നീ പിടിക്കോ? നിൽക്ക, നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. അടിക്കവന്മാരെ. അയ്യാ. ഞന്റെ അവിടെ ഇങ്ങോട്ടോടാ ഓടുന്നേ. ഇവന് എങ്ങോട്ട് പോയി? എന്റെ പേര് കിറ്റ്കിറ്റ് എന്നാണ്, ഓർമ്മയിരിക്കട്ടെ. ചേട്ടാ വിഷമിക്കണ്ട, നമുക്ക് അവന്മാരെ ഇവിടെ തന്നെ ഇടിച്ച് പപ്പടമാക്കാന്നേ. അടിച്ചോടിക്കാവന്മാരെ. എടാ, ഇത് കിറ്റിന്റെ ഇത് ഒരുപാട് പേരുണ്ടല്ലോടാ. ഇനി ഇവിടെ നമുക്ക് പുറത്ത് കിടക്കണം. ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്, രക്ഷപ്പെടാം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വലതുവശത്തെ വഴി കൂടെ രക്ഷപ്പെടാം.
എടാ കിറ്റിന്റെ പുറകെ ഗുഹയും താഴെ കൊക്കയുമാണ്. എനിക്കാണെങ്കിൽ പിന്നെ മരിച്ചുപോയ മുത്തശ്ശിയാണ് ഓർമ്മ വരുന്നത്. എടാ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ചേട്ടൻ വിഷമിക്കണ്ടെന്നേ, ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കാം. ചേട്ടാ അതെ അങ്ങോട്ട് നോക്കി, അവിടെ ഒരു മരത്തടിയുണ്ട്. അതുകൊണ്ടൊരു പാലം ഉണ്ടാക്കി നമുക്ക് വേഗം ഇവിടെ നിന്ന് അപ്പുറത്തെത്താന്നേ. ചേട്ടാ അവന്മാര് നമ്മളെക്കാളും ബുദ്ധിമാന്മാരാണ്. മതിയൊക്കെ വേഗം ഓടാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ പണി തീരും. അവന്മാർ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അയ്യോ. അവന്മാർ ഇവിടെ എവിടെയുണ്ട്? പോയി നോക്ക. അങ്ങോട്ട് പോയി നോക്ക. ഇത്രയധികം കാശും ഗോൾഡുമോ? ചേട്ടാ ഇവന്മാര് കൊള്ളക്കാരാണ്. എടാ കിറ്റിന്റെ ഈ പണം കൊണ്ട് തന്നെ യുവമാരെ നമുക്ക് എറിഞ്ഞു വീഴ്ത്താം. ചേട്ടാ പണത്തിന് വേണ്ടി ഒരുപാട് പേരെ തല്ലിയിട്ടുണ്ട്. പക്ഷെ പണം കൊണ്ട് ആഞ്ഞടിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതേടാ, മഹാന്മാർ പറഞ്ഞത് ശരി തന്നെയാ. പണം കൊണ്ട് കിട്ടുന്ന തിരിച്ചടി വലുതായിരിക്കും. ചേട്ടാ ചേട്ടൻ മറന്നുപോയോ? ചേട്ടന് പറക്കാൻ പറ്റില്ലേ? മുകളിൽ ദൂരമുണ്ട്, നമുക്ക് പറന്ന് മുകളിലോട്ട് പോകാമല്ലോ. നീ പറഞ്ഞ ശരിയാ, ഞാനതങ്ങ് മറന്നുപോയി. ഇനി കടിച്ചു തരാം. ചേട്ടാ വാ, നമുക്ക് ഈ കാര്യം വേഗം പോലീസിനോട് പറയാം. എന്റെ അമ്മച്ചി, ആ സമയം ഞങ്ങക്ക് പുറത്തു വരാൻ പറ്റാതിരുന്നെങ്കിൽ അവന്മാർ ഞങ്ങളെ ചമ്മന്തിയാക്കിയെന്നെ. അതായത് അവർ ഏലിയൻസ് ആയിരുന്നില്ല. അല്ല, കൊള്ളക്കാരായിരുന്നു. അവർ ഏലിയൻസ് ആയിരുന്നു. ഇവിടെ വരൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് കാട്ടുവാസികളാണ്. ഓ അല്ല, അതൊരു സയന്റിസ്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ലാബോറട്ടറി എങ്ങനെയാണ് വന്നത്? അത് ഭൂതം തന്നെയായിരുന്നു. ഇടയ്ക്ക് കൊള്ളക്കാരവും ഇടയ്ക്ക് കാട്ടുവാസി. പിന്നെ അവര് ഏലിയൻസ് ആയി മാറുമായിരുന്നു. തല കൊണ്ടുപോയി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് വാ. ഭൂതങ്ങൾ എന്താ പണം കൊണ്ടുപോയി അച്ചാറിടാൻ പോവുകയാണോ? അവർ കൊള്ളക്കാർ തന്നെയായിരുന്നു. എന്നാൽ പിന്നെ ഇത്രയും പണമുള്ള അവരെന്തിനാണ് ഗുഹയിൽ തന്നെ കഴിയുന്നത്? ഞാനും സംസാരിച്ചോട്ടെ. ഇങ്ങനെ സംസാരിച്ചാലേ എനിക്ക് പണം കിട്ടുകയുള്ളൂ. താനധികം സംസാരിക്കണ്ട. കൂടുതൽ സംസാരിച്ചല്ലേ ഒറ്റയടിക്ക് തന്റെ ഉള്ള താടി മുഴുവൻ പറഞ്ഞു പോരും. അധികമായി കഴിച്ചാൽ ശരീരം തടിക്കും. നീ എങ്ങനെ അദ്ദേഹത്തെ അടിക്കും? ദാ ഇങ്ങനെ. കിട്ടിയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കൈയടി? ഇതാ നോക്കൂ, ഈ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ ഈ കഥയിലും വലിയ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് ആരും കാര്യമാക്കി എടുക്കണ്ട. എല്ലാരും ശാന്തമായിരിക്കൂ. മിസ്റ്റർ പാണ്ഡ, നിങ്ങൾക്ക് ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കംപ്ലൈന്റ് കൂടാതെ പോലീസ് ടീമിനോടൊപ്പം ഞങ്ങളുടെ റിസർച്ച് ടീം ആ കാട്ടിലേക്ക് പോയിരുന്നു. ഇൻസ്പെക്ടർ പാണ്ഡ, യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെടുത്തൂ. അവിടെ ഭൂതമുണ്ടെന്ന് തുറന്നു പറയൂ ഇൻസ്പെക്ടർ പാണ്ഡ. താങ്കൾക്ക് ഏലിയൻസിനല്ലേ കിട്ടിയത്? കാട്ടിലായിരുന്നില്ലേ? അപ്പോൾ താങ്കൾക്ക് കാട്ടുവാസികളെ ആയിരിക്കും കിട്ടിയത്. അയ്യോ, അത് ശരിക്കും കൊള്ളക്കാര് തന്നെയാണേ. ഞാൻ പറഞ്ഞു വന്നത് അല്ല, അല്ല, അയ്യോ, അത് ഭൂതമായിരുന്നു. കൊള്ളക്കാരാ. ഭൂതം ഭൂതമാണെന്ന്.
ആര് പറഞ്ഞു അത് ഭൂതമാണ്? ഒന്നും തന്നെയല്ല. നിങ്ങളെ കാട്ടിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നന്നായിട്ട് തിരിഞ്ഞു നോക്കി. ഞങ്ങൾക്ക് അവിടെ നിന്ന് കള്ളനോട്ടടിക്കുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പിടികൂടാൻ കഴിഞ്ഞു. അവരെല്ലാം അറസ്റ്റിലായിരിക്കുന്നു. അവര് കള്ളനോട്ടടിക്കാരായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തത്? ഈഷ്, ആരും പ്ലെയിനെ ഹൈജാക്ക് ചെയ്തിട്ടില്ല. പ്ലെയിനിൽ വെച്ച് ക്ലോറോഫോമിന്റെ സിലിണ്ടർ പൊട്ടുകയായിരുന്നു. അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. പൈലറ്റ്സിന്റെ ബോധം പോയപ്പോൾ പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ക്രാഷ് ആയി. അതായത് ഒന്നും സംഭവിച്ചില്ല. നോക്കൂ പ്രേക്ഷകരെ, ഇത്രയും സമയം നമ്മൾ കേട്ട കഥയൊന്നാണ്, പക്ഷേ നടന്നത് മറ്റൊന്നാണ്. ഞങ്ങളെല്ലാം ക്ലോറോഫോമിന്റെ മയക്കത്തിലായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ പറഞ്ഞു. അതെ, പക്ഷെ ഇവർ പറഞ്ഞ കാര്യം കൊണ്ട് ഗുണമുണ്ടായി. ഞങ്ങൾ അവിടെ ചെക്ക് ചെയ്യാൻ പോയി. എന്നിട്ട് കള്ളനോട്ട് സംഘത്തെ പിടികൂടുകയും ചെയ്തു. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എല്ലാം നല്ലത് തന്നെ. സംശയമുണ്ടോ? ഇന്നത്തെ ദിവസം ഇത്രമാത്രം. അടുത്ത ദിവസം ഒരു പുതിയ കഥയുമായി പുതിയ പ്രോഗ്രാമിൽ നമ്മൾക്ക് കാണാം. ക്യാമറമാൻ രാജേഷിനോടൊപ്പം ഞാൻ ലലൻ ടോപ്പിവാല നിങ്ങളോട് വിട പറയുകയാണ്. ഗുഡ് ബൈ.